ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് LPP പരീക്ഷകൾക്ക് മുന്നേ നടന്നിട്ടുള്ള സൈക്കോളജി ആൻഡ് പെഡഗോഗി എന്ന ഭാഗത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ്. ഓക്കെ, മാക്സിമം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. അപ്പം ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് റിപ്പീറ്റ് വന്നേക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തതേത്? ഓപ്ഷൻ എ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ഓപ്ഷൻ ബി അപസാമാന്യ മനഃശാസ്ത്രം, ഓപ്ഷൻ സി ചികിത്സാ മനഃശാസ്ത്രം, ഓപ്ഷൻ ഡി കുറ്റകൃത്യ മനഃശാസ്ത്രം. പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏതാണ്? അപസാമാന്യ മനഃശാസ്ത്രമാണ്. അത് ഏതിനകത്താണ് വരുന്നത്? കേവല മനഃശാസ്ത്രത്തിലാണ് അപസാമാന്യ മനഃശാസ്ത്രം വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4 50 പൈസ ചേർന്നാൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷെയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഏത് പരിമിതിയിലാണ് ഉള്ളത്? ഓപ്ഷൻ എ പ്രത്യാവർത്തന ചിന്ത, ഓപ്ഷൻ ബി കൺസർവേഷൻ, ഓപ്ഷൻ സി പ്രതീകാത്മക ചിന്തനം, ഓപ്ഷൻ ഡി സചേതന ചിന്ത. അപ്പൊ എന്താണ് ഇവിടെ കുട്ടിക്ക് എന്ത് പരിമിതിയാണുള്ളത്? ഓപ്ഷൻ എ ആണ്, പ്രത്യാവർത്തനമാണ്. കുട്ടിക്ക് അതിനെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? റിവേഴ്സിബിലിറ്റി ഇല്ല, തിരിച്ചു ചിന്തിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പൊ കൺസർവേഷനും പ്രതീകാത്മക ചിന്തനും സചേതന ചിന്തയും പഠിച്ചു തന്നെ വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധകം ഏത്? ഓപ്ഷൻ എ റോഷ മഷിയുപ്പുകൾ, ഓപ്ഷൻ ബി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഓപ്ഷൻ സി പദാനുബന്ധ പരീക്ഷ, ഓപ്ഷൻ ഡി വിരൽ വേഗത പരീക്ഷ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വിരൽ വേഗത പരീക്ഷ. സർഗാത്മകതയ്ക്ക് 4 ഘടകങ്ങൾ ഉണ്ടെന്ന് ടോറൻസ് അഭിപ്രായപ്പെടുന്നു. താഴെ പറയുന്നവയിൽ അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ വാചാലത, വഴക്കം, ഭംഗി, മൗലികത. ഓപ്ഷൻ ബി വാചാലത, വഴക്കം, ഭംഗി, പുതുമ. ഓപ്ഷൻ ഡി ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. ഓപ്ഷൻ ഡി ഒഴുക്ക്, വഴക്കം, ഭംഗി, പുതുമ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം, സാന്മാർഗ തത്വം എന്നിവ വ്യക്തിത്വത്തിന്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവ ആണ്? ഓപ്ഷൻ എ ഇദ് ഈഗോ, ഓപ്ഷൻ ബി ഈഗോ ലിബിഡോ, ഓപ്ഷൻ സി ഈഗോ സൂപ്പർ ഈഗോ, ഓപ്ഷൻ ഡി ഇദ് ലിബിഡോ. യാഥാർത്ഥ്യ തത്വം, സാന്മാർഗ തത്വം. ആൻസർ ഓപ്ഷൻ സി ആണ്, സൂപ്പർ ഈഗോയും ഈഗോയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപകരും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കോഗ്നിറ്റീവ് തെറാപ്പി, ആറോൺ ബെക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ ബി വില്യം വൂണ്ട്, ഓപ്ഷൻ സി വില്യം ജെയിംസ്, ഓപ്ഷൻ ഡി ഇവാൻ പാവ്ലോവ്. PSC കൊടുത്തിട്ടുള്ള ഉത്തരസൂചികയിലെ വില്യം വൂണ്ട് ആണ്. വില്യം വൂണ്ട് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ്. എന്നാൽ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, അത് നോക്കി ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ പരാജയ ഭീതി, ഓപ്ഷൻ ബി മത്സരം, ഓപ്ഷൻ സി അഭിരുചി, ഓപ്ഷൻ ഡി ഇവയെല്ലാം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അമ്മയെ എനിക്ക് ഇഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏത് രീതിയാണ്? ഓപ്ഷൻ എ ആവർത്തനം, ഓപ്ഷൻ ബി ഓർമ്മ, ഓപ്ഷൻ സി ചാക്രിക ആരോഹണം, ഓപ്ഷൻ ഡി സഹവർത്തിതം. എല്ലാവരും കയറി ഇവിടെ ക്ലിക്ക് ചെയ്യും, എല്ലാവരും കയറി കറപ്പിക്കും ആവർത്തനത്തെ. കാരണം എല്ലാവരും നോക്കുമ്പോൾ അമ്മ 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 എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആവർത്തനമാണ്. പക്ഷേ എന്നാൽ റൈറ്റ് ആൻസർ ഏതാണ്? സി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ ചാക്രിക ആരോഹണം എന്താ നമുക്ക് വേഗം ഒന്ന് നോക്കാം. ചാക്രിക ആരോഹണത്തിൻ്റെ വേറൊരു പേരാണ് സർപ്പള രീതി. ഓക്കെ, അപ്പോൾ ചാക്രിക ആരോഹണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ബ്രൂണറാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഘടകങ്ങളിൽ വിഷയത്തിൻ്റെ ഉള്ളടക്ക പഠനം ബന്ധം മുറിയാതെ തുടർച്ചയായി നടക്കാൻ സഹായിക്കുന്ന സമീപനമാണ് സർപ്പിള രീതി അഥവാ ചാക്രിക ആരോഹണ രീതി. കുട്ടികൾ പഠന പ്രവർത്തനങ്ങളെ ആവർത്തിക്കുകയും ഇത്തരം ആവർത്തനങ്ങളിലൂടെ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് കുട്ടി തന്റെ ശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്ന പഠനരീതിയാണ് സർപ്പിള രീതി അല്ലെങ്കിൽ ചാക്രിക ആരോഹണം. നേടിയ അറിവിന്മേൽ നിരന്തരം അറിവ് സൃഷ്ടിച്ചു ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുന്ന രീതിയാണ് ചാക്രിക ആരോഹണം എന്ന് പറയുന്നത്. മുന്നറിവുകളിലൂടെ പഠനം പുരോഗമിക്കുമ്പോൾ പാഠഭാഗങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ സഹായകമാകുന്ന പഠനരീതിയാണിത്. ഒരേ സമയം ഒന്നിലധികം നൈപുണികളുമായി കുട്ടി പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്ന പഠനരീതിയാണ്. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. ഒരു നൈപുണി പൂർണ്ണമായി നേടിയതിന് ശേഷം അടുത്തത് എന്ന ആശയത്തിന് പ്രസക്തിയില്ലാത്ത പഠനരീതിയാണ് സർപ്പിള രീതി. ഒന്നുകൂടെ കേൾക്കുക. ഒരു നൈപുണി പൂർണ്ണമായി നേടിയതിന് ശേഷം അടുത്തത് എന്ന ആശയത്തിന് പ്രസക്തിയില്ലാത്ത പഠനരീതിയാണ് സർപ്പിള രീതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എറിക്സണിന്റെ അഭിപ്രായത്തിൽ ആദിബാല്യകാലം മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? ആദിബാല്യകാലം. ഓപ്ഷൻ എ സ്വാശ്രയത്വം സംശയം, ഓപ്ഷൻ ബി അധ്വാനം അപകർഷത, ഓപ്ഷൻ സി മുൻകൈയെടുക്കൽ കുറ്റബോധം, ഓപ്ഷൻ ഡി വിശ്വാസം അവിശ്വാസം. പ്രധാനപ്പെട്ടതാണ്. എറിക്സന്റെ ഈ ഘട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. കുറഞ്ഞത് ഇത്രയെങ്കിലും പഠിക്കണം. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ സി മുൻകൈയെടുക്കൽ കുറ്റബോധം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വ്യക്ത്യാന്തര ബുദ്ധിയിൽ പെടാത്തതേത്? ഓപ്ഷൻ എ തന്നെക്കുറിച്ചുള്ള ബോധം, ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, ഓപ്ഷൻ സി അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, ഓപ്ഷൻ ഡി സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ. എന്താണ് വ്യക്ത്യാന്തര ബുദ്ധി? വ്യക്ത്യാന്തര ബുദ്ധി. ആൻസർ ഏതാണ് വരുന്നത്? തന്നെക്കുറിച്ചുള്ള ബോധം. ഓപ്ഷൻ ഒന്നുകൂടെ നോക്കുക. തന്നെക്കുറിച്ചുള്ള ബോധം, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ. അപ്പം വ്യക്ത്യാന്തര ബുദ്ധിയിൽ പെടാത്തത് ഇതാണ് വ്യക്തി അന്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അബ്രഹാം മസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏത്? ഓപ്ഷൻ എ ശാരീരിക ആവശ്യങ്ങൾ, ഓപ്ഷൻ ബി സുരക്ഷിതത്വം, ഓപ്ഷൻ സി സ്നേഹം, ഓപ്ഷൻ ഡി സ്വത്താവിഷ്കാരം. അപ്പം എബ്രഹാം മാസ്ലോയുടെ ഈ പിരമിഡ് പോലെയുള്ള ഒരു രൂപം മനസ്സിലുണ്ടാവണം. അതിൽ ഏറ്റവും മുകളിൽ വരുന്നത് എന്താണ്? ഏറ്റവും താഴെ എന്താണ്? താഴെ എന്താണ്? ശാരീരിക ആവശ്യങ്ങളാണ് അല്ലെ? താഴെ ശാരീരിക ആവശ്യങ്ങൾ. മേളിൽ എന്താണ് വരുന്നത്? ആത്മസാക്ഷാത്കാരമാണ് അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് ചോദിച്ചിട്ടുള്ളത്? എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് അല്ലേ? ഏറ്റവും താഴെ എന്താണ്? ശാരീരിക ആവശ്യങ്ങൾ, ഏറ്റവും മുകളിൽ ആത്മസാക്ഷാത്കാരം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി സ്വത്താവിഷ്കാരമാണ്. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതിന്റെ ഇടയ്ക്ക് വരുന്നത് എന്താണ്, താഴെ വരുന്നത് എന്താണ്, മുകളിൽ വരുന്നത് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൾപോട്ട് നൽകുന്ന പേര്. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ആൾപോട്ടിന്റെ ട്രേറ്റ്സ് തിയറി. ഓക്കെ, ഓപ്ഷൻ എ കേന്ദ്ര സവിശേഷതകൾ, ഓപ്ഷൻ ബി മുഖ്യ സവിശേഷതകൾ, ഓപ്ഷൻ സി ദ്വിതീയ സവിശേഷതകൾ, ഓപ്ഷൻ ഡി ബാഹ്യ സവിശേഷതകൾ.
ആൻസർ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മുഖ്യ സവിശേഷകങ്ങൾ. ഓക്കെ, ഒരു വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷകമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, അത് ഒരാളുടെ ക്യാരക്ടറിൽ ഏറ്റവും നമുക്ക് ഒരാളെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ ആ ആളുടെ സവിശേഷത, ഒരാളുടെ ക്യാരക്ടർ എന്താണ്, അതാണ് നമ്മുടെ ആദ്യം മനസ്സിൽ വരുന്നത്. അതാണ് അയാളുടെ ഏറ്റവും ഉയർന്നു മുന്നിൽ നിൽക്കുന്ന ആ ക്യാരക്ടർ, അതാണ് മുഖ്യ സവിശേഷകം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും ഏതെല്ലാം പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്? ശരിയായ ക്രമം കണ്ടെത്തി എഴുതുക. ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്, അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്, പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത്, സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. അപ്പോൾ ഓരോരോ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ബെല്ലടിക്കുമ്പോൾ അതൊരു കണ്ടീഷനിങ് അല്ലേ, കണ്ടീഷൻ ചെയ്യുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. അടുത്തെന്താണ്? നമുക്ക് മനസ്സിലിങ്ങനെ നോക്കാം. അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാനും പറഞ്ഞു. അപ്പം നമുക്കതറിയാം എന്താണ്, ഇടത്തോട്ടും വലത്തോട്ടും ഇട്ട് പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നു. അപ്പോൾ അത് ശ്രമപരാജയമാണ്, നമുക്ക് മനസ്സിലാവും. പിന്നെന്താണ്? പിന്നെ ജയിച്ചാൽ എന്താ? സമ്മാനം നൽകും. അതെന്താണ്? ധന പ്രബലനമാണ് അല്ലേ. അടുത്ത എന്താണ്? സിനിമ നടന്മാരെ അനുകരിക്കുന്നത്. അതെന്താണ്? നിരീക്ഷണ പഠന സിദ്ധാന്തമാണ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സ്റ്റിമുലസ് ആണ്. നോക്കിയേ, ചോദക പ്രതികരണം. രണ്ടാമത് വരുന്നത് എന്താണ്? ശ്രമപരാജയമാണ്. മൂന്നാമത് വരുന്നത് എന്താണ്? ധനപ്രബലനമാണ്. പിന്നെ വരുന്നത് എന്താണ്? നിരീക്ഷണ പഠന സിദ്ധാന്തമാണ്. അപ്പൊ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. നമുക്ക് അത് ഓപ്ഷനിലേക്ക് പോകാതെ തന്നെ ഇത് വായിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ പഠനശൈലിയിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പഠനശൈലിയിൽ പെടാത്തത് കണ്ടുപഠിക്കൽ, ഓപ്ഷൻ ബി ഉരുവിട്ട് പഠിക്കൽ, ഓപ്ഷൻ സി കേട്ടു പഠിക്കൽ, ഓപ്ഷൻ ഡി ചെയ്തു പഠിക്കൽ. എന്താണ്? ഓപ്ഷൻ ബി ഉരുവിട്ട് പഠിക്കൽ. ഓക്കെ, താഴെ പറയുന്നവയിൽ പഠനശൈലിയിൽ ഉരുവിട്ട് പഠിക്കുന്നത് ഒരിക്കലും പഠനത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടീച്ചർ ചിത്രങ്ങൾ, സീഡികൾ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ആരംഭിച്ച് വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരമൊരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ സാധിക്കും? എന്താണ്? വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഏതൊക്കെയാന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ പ്രശ്നോന്നിത സമീപനം, വിമർശനാത്മക ബോധനം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി. ഓപ്ഷൻ ബി പ്രശ്നോന്നിത സമീപനം, ഗസ്റ്റാൾട്ട്, ബഹുമുഖ ബുദ്ധി. ഓപ്ഷൻ സി പ്രശ്നോന്നിത സമീപനം, വിമർശനാത്മക ബോധനം, ഗസ്റ്റാൾട്ട്. ഓപ്ഷൻ ഡി പ്രശ്നോന്നിത സമീപനം, ഗസ്റ്റാൾട്ട്, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. പ്രശ്നോന്നിത സമീപനം, വിമർശനാത്മക ബോധനം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി. വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരം ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ സാധിക്കും? പ്രശ്നോന്നിത സമീപനം, വിമർശനാത്മക ബോധനം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. നമ്മളത് കേറ്ററ്റിനായാലും എപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? നമുക്കത് ഓപ്ഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടം എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ പറയുക പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പഠിക്കാൻ പഠിപ്പിക്കൽ എന്നത് ആര് പറഞ്ഞതാണ്? പഠിക്കാൻ പഠിപ്പിക്കൽ ബ്രൂണറുടെ ഒരു പോയിന്റ് ആണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. പഠിക്കാൻ പഠിപ്പിക്കൽ. ഇതിന്റെ വക്താവ് ആരാണ്? ബ്രൂണറാണ്. പഠിക്കാൻ
പഠിക്കാൻ പഠിപ്പിക്കൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിന്റെ സാന്മാർഗ സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു? അപ്പോൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ, അപ്പൊ ഇത് നോക്കണം, കോൾബർഗിന്റെ എന്താണ് സന്മാർഗ സിദ്ധാന്തം. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഓരോന്ന് പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏത് ഘട്ടത്തിൽ വരുന്നു നോക്കിക്കേ. ഓപ്ഷൻ എ സാമൂഹിക സുസ്ഥിതി പാലനം, ഓപ്ഷൻ ബി അന്തർവൈയക്തിക സമന്വയം, ഓപ്ഷൻ സി സാർവജനീന സദാചാര തത്വം, ഓപ്ഷൻ ഡി സാമൂഹിക സുസ്ഥിതി പാലനം. ഏതാണ്? ഓപ്ഷൻ സി സാർവജനീന സദാചാര തത്വം. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ, ക്വസ്റ്റ്യനിൽ തന്നെ പഠിച്ചു പോണേ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിന്റെ സാന്മാർഗ സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിൽ വരുന്നു? സാർവജനീന സദാചാര തത്വം. ഓക്കെ, ആ ഘട്ടങ്ങളും കോൾബർഗിന്റെ സാന്മാർഗ വികാസ ഘട്ടങ്ങളും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഒരു ടേബിൾ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന കൂട്ടത്തിൽ ഒരേ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം? ഒരേ വിചാര മാതൃകയിൽ പെടുന്നവരാണ്. ഓക്കെ, നോക്കിക്കേ. ഓപ്ഷൻ എ കോഫ്ക, കോഹ്ലർ, തോണ്ടൈക്ക്, ഓപ്ഷൻ ബി എറിക്സൺ, ബന്ദൂര, ടോൾമാൻ, ഓപ്ഷൻ സി വാട്സൺ, വില്യം ജെയിംസ്, വില്യം വൂണ്ട്, ഓപ്ഷൻ ഡി പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി. ഓക്കെ, ഇവര് മൂന്നുപേരും എന്തുകൊണ്ടാണ് ഒരേ വിചാര മാതൃകയിൽ വന്നത്? അവര് ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ വക്താക്കളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഏത്? ഓപ്ഷൻ എ ആലേഖന വൈകല്യം, ഓപ്ഷൻ ബി ഉദ്വേഗ വൈകല്യം, ഓപ്ഷൻ സി സ്വഭാവ വൈകല്യം, ഓപ്ഷൻ ഡി ഉച്ചാരണ വൈകല്യം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് അല്ലേ? ആലേഖന വൈകല്യമാണ് പഠന വൈകല്യത്തിൽ പെടുന്നത്. ഓക്കെ, പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പഠന വൈകല്യം പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നോ അതിലധികമോ മാനസിക പ്രക്രിയയിലുള്ള തകരാറാണ് പഠന വൈകല്യം. ഓക്കെ, ഇവിടെ ഉച്ചാരണ വൈകല്യം ആരും ഉദ്ദേശിക്കരുത്. ഉച്ചാരണം എന്ന് പറഞ്ഞാൽ എന്താ? സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? നമുക്കത് വളരെ ഫെമിലിയർ ആയിരിക്കും. ഓപ്ഷൻ എ കോത്താരി കമ്മീഷൻ, ഓപ്ഷൻ ബി യശ്പാൽ കമ്മീഷൻ, ഓപ്ഷൻ സി ആചാര്യ രാമമൂർത്തി കമ്മീഷൻ, ഓപ്ഷൻ ഡി മുതലിയാർ കമ്മീഷൻ. ഭാരമാകാത്ത പഠനം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി യശ്പാൽ കമ്മിറ്റിയാണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എമിലിയുടെ കർത്താവ് ആരാണ്? എമിലിയുടെ കർത്താവ് ആരാണ്? റൂസോയാണ് അല്ലേ? എമിലിയുടെ കഥ പറയുന്ന ഒരു സ്റ്റോറിയാണ് റൂസോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ എഡ്യൂക്കേഷൻ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ചത് എന്ന്? ഓപ്ഷൻ എ 1972, ഓപ്ഷൻ ബി 1974, ഓപ്ഷൻ സി 1978, ഓപ്ഷൻ ഡി 1980. ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി പ്രോജക്റ്റ് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1972 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചിരുന്നത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഈ ഒരു കോട്ടിങ് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ടാഗോർ, ഓപ്ഷൻ സി വിവേകാനന്ദൻ, ഓപ്ഷൻ ഡി അരവിന്ദ ഘോഷ്. ആരാണ്? ഓപ്ഷൻ എ ഗാന്ധിജിയാണ് പറഞ്ഞത്. നാം ഇന്ന് വരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത്. അവരുടെ മനസ്സിന് പ്രചോദനമോ
വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠന ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? ജെറോം എസ് ബ്രൂണറുടെ നമ്മൾ മുമ്പേ പറഞ്ഞാണല്ലേ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കണ്ടോ? പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടമാണല്ലേ. അപ്പൊ ഇതിനകത്ത് പ്രവർത്തനഘട്ടമുണ്ട്, പ്രതിരൂപാത്മക ഘട്ടമുണ്ട്, ബിംബനഘട്ടമുണ്ട്. ഏതാണ്? അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്, വിചിന്തന ഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല. പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയും. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു. ഏത് മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത്? ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരാണ്? സാനിയ. പൊതുവെ കൂട്ടുകൂടാറില്ല. പിന്നെന്താണ്? ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പിന്നെന്താ? ചില സമയത്ത് വിതുമ്പിക്കരയും. ഇതൊക്കെ ടീച്ചർ നിരീക്ഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ എന്നാണ് പ്രത്യേകം നോട്ട് ചെയ്യണം. കൂടുതൽ മനസ്സിലാക്കാൻ, കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മൾ നല്ല വൃത്തിക്ക് വായിക്കണം. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു. അപ്പം ഒരു സ്വഭാവത്തിൽ വൈരുദ്ധ്യം കാണിക്കുന്ന കുട്ടിയായിട്ട് നിങ്ങൾ ഒരിക്കലും അഭിമുഖം നടത്തത്തില്ല. ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഓപ്ഷൻ ബി. നിരീക്ഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതല്ല. സഞ്ചിതാരേഖ പഠനമാണോ? ഒരിക്കലും അല്ല. കാരണം ഒരു കുട്ടിയുടെ അന്നേ വരെയുള്ള കാര്യങ്ങൾ എടുത്ത് വായിച്ച് പഠിക്കാനല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഇനി ആ കുട്ടിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ കുട്ടിയെക്കുറിച്ച് നമ്മൾ കേസ് സ്റ്റഡി നടത്തും. ഒരു കുട്ടിയെക്കുറിച്ച് നടത്തുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ ഒരു വ്യക്തിയെ, ഏക വ്യക്തി പഠനമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ എ R.S. വുഡ്സ്വർത്ത്, ഓപ്ഷൻ ബി ജോസഫ് ഡി നൊവാക്ക്, ഓപ്ഷൻ സി J.L. മൊറീനോ, ഓപ്ഷൻ ഡി സ്റ്റീഫൻ എം കൊറി. ആരാണ്? ഓപ്ഷൻ ബി ജോസഫ് ഡി നൊവാക്ക് ആണ് ആശയ ഭൂപടം വികസിപ്പിച്ചെടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5ാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ 41 കുട്ടികളിൽ 12 പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറിയും എഴുതുന്നു. ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം? ഓപ്ഷൻ എ സാമൂഹ്യാലേഖം, ഓപ്ഷൻ ബി ടീം ടീച്ചിങ്, ഓപ്ഷൻ സി ക്രിയാ ഗവേഷണം, ഓപ്ഷൻ ഡി മൈക്രോ ടീച്ചിങ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്രിയാ ഗവേഷണം. ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സ്റ്റീഫൻ എം കൊറിയാണ്. എന്നല്ല, കട്ട്ലെവിനെ കുറിച്ച് പറയുന്നുണ്ട്. കട്ട്ലെവിൻ ഇത് ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ്. ഓക്കെ, ക്രിയാ ഗവേഷണം എന്ന ആശയം പ്രചരിപ്പിച്ചത് ആരാണ്? അതായത് ഉപയോഗിച്ചത് ആരാണ്? കട്ട്ലെവിനാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നവയിൽ ഏതാണ്? വയസ്സ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 6 മുതൽ 12. ഓപ്ഷൻ എ ഊർജ്ജസ്വലത, അപകർഷത, ഓപ്ഷൻ ബി ഗാഢബന്ധം, ഏകാകിത്വം, ഓപ്ഷൻ സി വിശ്വാസം, അവിശ്വാസം, ഓപ്ഷൻ ഡി സ്വാശ്രയത്വം, ലജ്ജ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ഊർജ്ജസ്വലത, അപകർഷത. കണ്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, ഉഭയദേശീയ ചിന്ത, പകരൽ ചിന്ത തുടങ്ങിയവ വികസിക്കുന്ന വൈജ്ഞാനിക ഘട്ടം? ഓപ്ഷൻ എ ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ബി രൂപാത്മക മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ സി ഇന്ദ്രിയ ചാലക ഘട്ടം, ഓപ്ഷൻ ഡി പ്രാക് മനോവ്യാപാര ഘട്ടം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, രൂപാത്മക മനോവ്യാപാര ഘട്ടം. ഓക്കെ, 3ാമത്തെ സ്റ്റേജിലാണ് അത് ഉറയ്ക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം. ഗസ്റ്റാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സമഗ്രത അല്ലേ. സമഗ്രത, എല്ലാത്തിനെയും ഒന്നിച്ചു കാണാനുള്ളൊരു ഇതാണ് ഗസ്റ്റാൾട്ട്. അപ്പം നോക്കി, ഓപ്ഷൻ എ ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കൽ, ശരിയാണ്. പിന്നെന്താണ്? അന്തർദൃഷ്ടി പഠനത്തെ പ്രോത്സാഹിപ്പിക്കൽ, ശരിയാണ്. പ്രശ്ന അപഗ്രഹത്തിന് സഹായിക്കൽ, ശരിയാണ്. എന്താണ്?
അനുവർത്തിക്കാത്തതല്ല, ഇതെല്ലാം തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അനുവർത്തിക്കാത്തത് ആണ് ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏത്? ഓപ്ഷൻ എ ഗ്രന്ഥി വ്യവസ്ഥ, ഓപ്ഷൻ ബി ശാരീരിക വ്യവസ്ഥ, ഓപ്ഷൻ സി കുടുംബം, ഓപ്ഷൻ ഡി പാരമ്പര്യം. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകമാണ് സാഹചര്യ ഘടകം. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി കുടുംബമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബഹുഘടക സിദ്ധാന്തം, ഓപ്ഷൻ ബി ദ്വിഘടക സിദ്ധാന്തം, ഓപ്ഷൻ സി മനോഘടക സിദ്ധാന്തം, ഓപ്ഷൻ ഡി സംഘഘടക സിദ്ധാന്തം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ദ്വിഘടക സിദ്ധാന്തം. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ അധ്യാപക ദിനം എന്നാണ്? ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. ഓപ്ഷൻ എ സെപ്റ്റംബർ 5. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ വൈജ്ഞാനിക ആവശ്യങ്ങൾ, ഓപ്ഷൻ ബി ശാരീരിക ആവശ്യങ്ങൾ, ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, ഓപ്ഷൻ ഡി സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. അപ്പം ഇത് രണ്ടും വരത്തില്ല നമുക്കറിയാം അല്ലേ, കാരണം ഇത് ഏറ്റവും താഴെയാണ്, ഇത് ഏറ്റവും മുകളിലാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാന ബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ വരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഇടയിൽ വരുന്നതാണ്. അപ്പം നോക്കിയൊക്കെ, വൈജ്ഞാനിക ആവശ്യങ്ങൾ, സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഏതാണ്? ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവും അഭിമാനബോധവുമായ ആവശ്യങ്ങൾക്ക് ഇടയിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ, അപ്പോൾ ഇത് പഠിക്കണം നിർബന്ധമായിട്ടും. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? ഓപ്ഷൻ എ ദമനം, ഓപ്ഷൻ ബി യുക്തീകരണം, ഓപ്ഷൻ സി ഉദാത്തീകരണം, ഓപ്ഷൻ ഡി വിനിവർത്തനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഉദാത്തീകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരിക്കുകയും വേണ്ടത്ര താല്പര്യങ്ങളും ശ്രദ്ധയും നൽകാതിരിക്കുന്ന രക്ഷകർത്തൃത്വ രീതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ നിസ്സംഗ രക്ഷാകർതൃത്വം, ഓപ്ഷൻ ബി സ്വേച്ഛാധിപത്യ രക്ഷാകർതൃത്വം, ഓപ്ഷൻ സി ഉദാര രക്ഷാകർതൃത്വം, ഓപ്ഷൻ ഡി ജനാധിപത്യ രക്ഷാകർതൃത്വം. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ്. ഓപ്ഷൻ എ ആണ് നിസ്സംഗ രക്ഷാകർതൃത്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ വാചാലത, ഓപ്ഷൻ ബി വഴക്കം, ഓപ്ഷൻ സി മൗലികത, ഓപ്ഷൻ ഡി സംവ്രജന ചിന്ത. സർഗാത്മകതയുടെ ഘടകങ്ങളിൽ വരാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് സംവ്രജന ചിന്ത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാഷയുമായി ബന്ധപ്പെട്ട പഠനവൈകല്യം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ, ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയ, ഓപ്ഷൻ ഡി ഡിസ്പ്രാക്സിയ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയാണ് ഭാഷയുമായി അല്ലെങ്കിൽ വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്കെല്ലാം ചോദിക്കാറുണ്ട്. വായന. ഡിസ്ഗ്രാഫിയ എന്താണ്? എഴുത്ത്, റൈറ്റിംഗ്. കേട്ടോ, എഴുത്ത്. എങ്ങനെ കണക്ട് ചെയ്യാം? ഗ്രാഫ് നമ്മൾ ബുക്കിൽ വരയ്ക്കുമല്ലേ, അപ്പോൾ അത് എഴുത്തുമായിട്ട് കണക്ട് ചെയ്യുക. ഡിസ്ലെക്സിയ
ലക്സിയ എന്താ? ലക്സിപ്പേന ഓർക്കുക, ലക്സിപ്പേന. പക്ഷെ ഇതുമായിട്ട് മിക്സ് ആയി പോകല്ലേ. ലക്സിയ എന്ന് പറഞ്ഞാൽ പേന. പേന കൊണ്ട് നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യും? വായിക്കും അല്ലേ? പേന കൊണ്ട് നമ്മൾ എഴുതിയിട്ട് വായിക്കും, അങ്ങനെ ഓർക്കുക. ഡിസ്ഗ്രാഫിയ ഗ്രാഫ് എഴുതുക, വരയ്ക്കുന്നത്, അങ്ങനെ ഓർക്കുക. ഡിസ്ലെക്സിയ പേന കൊണ്ട് എഴുതിയിട്ട് വായിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ഞാനിങ്ങനെയാണ് കണക്ട് വെച്ചേക്കുന്നത്. കാൽക്കുലിയ എന്താണ്? കണക്ക്. കാൽക്കുലേറ്റർ കണക്കിനല്ലേ കണക്ക് കൂട്ടുന്നത്, അങ്ങനെ. പ്രാക്സിയ എന്ന് പറയുന്നത് എന്താണ്? പേശി പ്രവർത്തനങ്ങളിലെ പ്രശ്നമാണ് പ്രാക്സിയ, പേശി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ശക്തി എന്ന് അബ്രഹാം മസ്ലോ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏതിനെയാണ്? ഓപ്ഷൻ എ വ്യവഹാരവാദം, ഓപ്ഷൻ ബി പ്രകൃതിവാദം, ഓപ്ഷൻ സി ചേഷ്ടാവാദം, ഓപ്ഷൻ ഡി മാനവികതാവാദം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ചേഷ്ടാവാദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളിലെ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് വിവരിക്കപ്പെടുന്ന കാലഘട്ടം. കുട്ടികളിലെ മൂർത്ത മനോവ്യാപാരം ഇതാരുടേതാണ്? പിയാഷയുടേതാണ് അല്ലെ? പിയാഷയുടെ ഘട്ടങ്ങളിൽ ഒരു ഘട്ടമാണത്. നോക്കിക്കേ. ഓപ്ഷൻ എ 0 മുതൽ 2 വയസ്സ് വരെ, ഓപ്ഷൻ ബി 2 മുതൽ 7 വയസ്സ് വരെ, ഓപ്ഷൻ സി 11 വയസ്സിന് മുകളിൽ, ഓപ്ഷൻ ഡി 7 മുതൽ 11 വയസ്സ് വരെ. നമുക്ക് മനസ്സിലാവും മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജ് ആണ് അല്ലേ? ഒന്നാമത്തെ സ്റ്റേജ് ഏതാണ്? ഇന്ദ്രിയ ചാലഘട്ടം. രണ്ടാമത്തേത് പ്രാക് മനോവ്യാപാര ഘട്ടം. മൂന്നാമത്തേത് മൂർത്ത മനോവ്യാപാര ഘട്ടം. നാലാമത്തേത് ഔപചാരിക മനോവ്യാപാര ഘട്ടം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേജിലെയാണ്, ഇത് രണ്ടാമത്തെ സ്റ്റേജിലെയാണ്, ഇത് 3 ഇത് 4. അപ്പം നമുക്ക് മനസ്സിലാവും ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളുടെ പ്രകൃതത്തിന് യോജിക്കാത്തത്. ഓപ്ഷൻ എ വികാര നിയന്ത്രണം, ഓപ്ഷൻ ബി ജിജ്ഞാസ, ഓപ്ഷൻ സി ചലനാത്മകത, ഓപ്ഷൻ ഡി സ്വാതന്ത്ര്യേച്ഛ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. കുട്ടികൾക്ക് ഒരിക്കലും അവരുടെ വികാരം നിയന്ത്രിക്കാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ്. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വ്യവഹാരവാദം ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞു തരാം. ഓപ്ഷൻ എ പാവ്ലോവ്, ഓപ്ഷൻ ബി JB വാട്സൺ, ഓപ്ഷൻ സി സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ ഡി സ്കിന്നർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി JB വാട്സൺ. ഞാനിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് തുടങ്ങുന്നത് വാവായാണ്. വ്യവഹാരവാദം വാവ അങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ്. പഠന പ്രവർത്തനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത്. ഓപ്ഷൻ എ പരിസരബന്ധിതം, ഓപ്ഷൻ ബി പ്രക്രിയാധിഷ്ഠിതം, ഓപ്ഷൻ സി കളിരീതി, ഓപ്ഷൻ ഡി പ്രഭാഷണ രീതി. പഠന പ്രവർത്തനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത്. ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്, പ്രഭാഷണ രീതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്ദേശ്യം ഏത്? ഓപ്ഷൻ എ താല്പര്യം, ഓപ്ഷൻ ബി ആസ്വാദനം, ഓപ്ഷൻ സി ഗ്രഹണം, ഓപ്ഷൻ ഡി വർഗീകരണം. വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്ദേശം, വൈജ്ഞാനിക മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണ പദ്ധതി ടാക്സോണമിയാണ്, അതൊന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ്. കുട്ടിയുടെ പ്രഥമ സമൂഹം. ഓപ്ഷൻ എ നഴ്സറി, ഓപ്ഷൻ ബി വിദ്യാലയം, ഓപ്ഷൻ സി അയൽപ്പക്കം, ഓപ്ഷൻ ഡി കുടുംബം. നമുക്ക് മനസ്സിലാവും കുട്ടിയുടെ പ്രഥമ സമൂഹം. ആദ്യത്തെ സമൂഹം എന്ന് പറയുന്നത് ഏതാണ്? കുട്ടിയുടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കുടുംബം. നമുക്കറിയാം ആദ്യം കുട്ടി പഠിക്കുന്നത് തൻ്റെ കുടുംബത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അല്ലേ? അതിനുശേഷമാണ് അവൻ വെളിയിലേക്ക് ഇറങ്ങുന്നത്. ആദ്യം കുട്ടിയുടെ സമൂഹം എന്ന് പറയുന്നത് എന്താണ്? കുടുംബമാണ്. ഓക്കെ, നെക്സ്റ്റ്. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന കൃതിയുടെ കർത്താവ്. ഓപ്ഷൻ എ ആർതർ ജെൻസൺ, ഓപ്ഷൻ ബി ജെറോം എസ് ബ്രൂണർ,
ഓപ്ഷൻ സി ആൽഫ്രഡ് ബിനെ, ഓപ്ഷൻ ഡി നോം ചോംസ്കി. ആരാണ്? ജെറോം എസ് ബ്രൂണർ. ഓപ്ഷൻ ബി ജെറോം എസ് ബ്രൂണർ. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരാളെ സഹായിക്കുന്ന ബുദ്ധി. സ്വന്തമാണ്, സ്വന്തം. അതിനാദ്യം അടിവരയിടണം. ഓക്കെ, ഓപ്ഷൻ എ വ്യക്തിയാന്തര ബുദ്ധി, ഓപ്ഷൻ ബി പ്രകൃതിപരമായ ബുദ്ധി, ഓപ്ഷൻ സി ശാരീരിക ചലനപര ബുദ്ധി, ഓപ്ഷൻ ഡി ആന്തരിക വൈയക്തിക ബുദ്ധി. എളുപ്പമാണല്ലേ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത് ഈ വ്യക്തിയാന്തരവും ആന്തരവും തമ്മിലുള്ളതാണ് അല്ലേ. ആന്തരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത്, വ്യക്തി ആന്തരം. വ്യക്തി അന്തരമാണ്, നമ്മുടെ അല്ല മറ്റ്, അതായത് സമൂഹവുമായിട്ടുള്ള ഒരു ഇടപെടലാണ്. ഓക്കെ, നെക്സ്റ്റ്. ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്നാണ്. ഓപ്ഷൻ എ സ്റ്റെയിൻബർഗ്, ഓപ്ഷൻ ബി ജെ.ബി. ഗിൽഫോർഡ്, ഓപ്ഷൻ സി ആർതർ ജെൻസൺ, ഓപ്ഷൻ ഡി റെയ്മൺ കാറ്റൽ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സ്റ്റെയിൻബർഗ് ആണ്. സ്റ്റെയിൻബർഗിന്റെയാണ് ട്രയാർക്കിക് സിദ്ധാന്തം. ഓക്കെ, നെക്സ്റ്റ്. പഠനം നടക്കാൻ മാനസികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്നത് ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ജ്ഞാനനിർമ്മിതിവാദം, ഓപ്ഷൻ ബി വ്യവഹാരവാദം, ഓപ്ഷൻ സി ആരോപ സിദ്ധാന്തം, ഓപ്ഷൻ ഡി ഉപലബ്ധി പ്രചോദനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജ്ഞാനനിർമ്മിതിവാദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുട്ടിയെ അവന്റെ പരമാവധി നിലയിലെത്തിക്കാൻ മറ്റുള്ളവർ നൽകുന്ന സഹായം. ഒരു കുട്ടിയെ അവന്റെ പരമാവധി നിലയിലെത്തിക്കാൻ മറ്റുള്ളവർ നൽകുന്ന സഹായം. ഓപ്ഷൻ എ സഹവർത്തിത പഠനം, ഓപ്ഷൻ ബി കൈത്താങ് നൽകൽ, ഓപ്ഷൻ സി പ്രബലനം, ഓപ്ഷൻ ഡി ഉദ്ഗ്രഥിത പഠനം. ഏതാണ്? നമുക്കറിയാം അല്ലേ, അവനെ നമ്മളൊന്ന് ഉയർത്തുക, അവനെ നമ്മളൊരു കൈ കൊടുത്ത് അവനെ ഉയർത്തുകയാണ്. ഏതാണ്? ഓപ്ഷൻ ബി കൈത്താങ് നൽകൽ. കുട്ടിയുടെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ വിശ്രമവേളകൾ ആസ്വദിക്കുക, ഓപ്ഷൻ ബി അഭിപ്രായ സ്വാതന്ത്ര്യം, ഓപ്ഷൻ സി ലഹരി മരുന്നുകളുടെ ഉപയോഗം, ഓപ്ഷൻ ഡി ലിംഗസമ്മതം. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ് ഓപ്ഷൻ സി ആണ്, ലഹരി മരുന്നുകളുടെ ഉപയോഗം കുട്ടികളുടെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ഓക്കെ, നെക്സ്റ്റ്. ജ്ഞാനനിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ്സിലെ സവിശേഷത. ഓപ്ഷൻ എ ആവർത്തിച്ചുറപ്പിക്കുന്നു, ഓപ്ഷൻ ബി മനഃപ്പാഠമാക്കുന്നു, ഓപ്ഷൻ സി സ്വയം തിരിച്ചറിയുന്നു, ഓപ്ഷൻ ഡി മാതൃക നൽകുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക. ജ്ഞാനനിർമ്മിതിവാദപ്രകാരമുള്ള ക്ലാസ്സിലെ സവിശേഷത ചോദിച്ചേക്കുന്നത്. ആവർത്തിച്ചുറപ്പിക്കുന്നു, മനഃപ്പാഠമാക്കുന്നു, സ്വയം തിരിച്ചറിയുന്നു, മാതൃക നൽകുന്നു. ഏതാണ്? ഓപ്ഷൻ സി ആണ്, സ്വയം തിരിച്ചറിയുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ സമപ്രായക്കാരായ കുട്ടികൾ ഒരേ നിലവാരക്കാരാണ്. ഓപ്ഷൻ ബി സർഗാത്മകത പഠനത്തെ സ്വാധീനിക്കുന്നു. ഓപ്ഷൻ സി ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ജനാധിപത്യപരമാവണം. ഓപ്ഷൻ ഡി പഠന പ്രവർത്തനങ്ങൾ ജീവിതബന്ധിയാണ്. എന്താണ് ഇതിനകത്ത്? നോക്കിക്കേ, സർഗാത്മകത പഠനത്തെ സ്വാധീനിക്കുന്നുണ്ടല്ലേ, പിന്നെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ജനാധിപത്യപരമാവണമല്ലോ, പഠന പ്രവർത്തനങ്ങൾ ജീവിതബന്ധിയാവണം. അപ്പൊ ഏതാണ്? ഇതാണ്. സമപ്രായക്കാരായ കുട്ടികൾ ഒരേ നിലവാരക്കാരാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഘടനാവാദത്തിന്റെ പ്രയോക്താവ് ആര്? ഓപ്ഷൻ എ ഡാർവിൻ, ഓപ്ഷൻ ബി വില്യം വോണ്ട്, ഓപ്ഷൻ സി വാട്സൺ, ഓപ്ഷൻ ഡി വില്യം ജെയിംസ്. ആരാണ്? ഘടനാവാദം. ആൻസർ ഓപ്ഷൻ ബി വില്യം വോണ്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ്. കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ എ ജീൻ പിയാഷെ, ഓപ്ഷൻ ബി വെർത്തിമർ, ഓപ്ഷൻ സി വൈഗോട്സ്കി, ഓപ്ഷൻ ഡി റോജേഴ്സ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജീൻ പിയാഷെ. കിൻഡർഗാർട്ടൻ എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം. കിൻഡർഗാർട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നല്ല ഫെമിലിയർ ആയ ഒരു കാര്യമാണ് അല്ലേ. ഓപ്ഷൻ എ കുട്ടികളുടെ സമ്മാനം, ഓപ്ഷൻ ബി കുട്ടികളുടെ സ്ഥലം, ഓപ്ഷൻ സി കുട്ടികളുടെ വീട്, ഓപ്ഷൻ ഡി കുട്ടികളുടെ പൂന്തോട്ടം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കുട്ടികളുടെ പൂന്തോട്ടം. നെക്സ്റ്റ്. നാഡീവ്യവസ്ഥകളിൽ ഭൗതിക ശേഷികൾ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കും? നാഡീവ്യവസ്ഥകളിൽ
ഭൗതിക ശേഷികൾ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കും? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നിയോകോർട്ടക്സ്, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി സെറിബെല്ലം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി നിയോകോർട്ടക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കക്ഷി കേന്ദ്രീകൃത കൗൺസിലിംഗ് രീതി ആവിഷ്കരിച്ചത്? ഓപ്ഷൻ എ ഹാൻസ് ഫോർത്ത്, ഓപ്ഷൻ ബി ഐ.ജെ. ഫെറിയൻ, ഓപ്ഷൻ സി കാൾ റോജേഴ്സ്, ഓപ്ഷൻ ഡി റിച്ചാർഡ് ലെവിൻസൺ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കാൾ റോജേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്? ആരാണ്? ഓപ്ഷൻ എ വില്യം ജെയിംസ്, ഓപ്ഷൻ ബി വാട്സൺ, ഓപ്ഷൻ സി വില്യം വുഡ്, ഓപ്ഷൻ ഡി സ്കിന്നർ. കണ്ടോ, റിപ്പീറ്റഡ് ഒക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച്, വില്യം വുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരമ്പര്യമോ അഭിരുചികളോ അല്ല, പരിശീലനമാണ് ഒരു വ്യക്തി ആരാകുമെന്ന് തീരുമാനിക്കുന്നത്. ഇതേത് മനഃശാസ്ത്ര ചിന്താധാരയുടെ വീക്ഷണമാണ്? ഓപ്ഷൻ എ ബിഹേവിയറിസം, ഓപ്ഷൻ ബി സ്ട്രക്ചറലിസം, ഓപ്ഷൻ സി ഫങ്ഷണലിസം, ഓപ്ഷൻ ഡി ഹ്യൂമനിസം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ബിഹേവിയറിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ദ്രിയ ചാലക ഘട്ടം എന്നാൽ? ഓപ്ഷൻ എ 2 മുതൽ 7 വയസ്സ് വരെ, ഓപ്ഷൻ ബി 7 മുതൽ 11 വയസ്സ് വരെ, ഓപ്ഷൻ സി 11 വയസ്സിന് മുകളിൽ, ഓപ്ഷൻ ഡി 2 വയസ്സ് വരെ. കണ്ടോ, റിപ്പീറ്റഡ് ആണ്. കണ്ടോ ക്വസ്റ്റ്യൻ നോക്ക്, ഏതാണ് ആൻസർ? ഇന്ദ്രിയ ചാലഘട്ടം എന്ന് പറയുന്നത് 2 വയസ്സ് വരെയാണ് അല്ലേ, ആദ്യത്തെ ഘട്ടമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 വയസ്സ് വരെയുള്ള സംഭാഷണം പ്രധാനമായും ഓപ്ഷൻ എ പരകേന്ദ്രീകൃതമാണ്, ഓപ്ഷൻ ബി ദ്വിഭാഷാത്വമാണ്, ഓപ്ഷൻ സി അഹം കേന്ദ്രീകൃതമാണ്, ഓപ്ഷൻ ഡി ജപപഠനമാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അഹം കേന്ദ്രീകൃതമാണ്, 3 വയസ്സ് വരെയുള്ള സംഭാഷണം. ഓക്കെ, നെക്സ്റ്റ്. ശിശു വളരുമ്പോൾ വിവിധ ശാരീരിക അവയവങ്ങളുടെ വലുപ്പത്തിന്റെ അനുപാതത്തിൽ ഓപ്ഷൻ എ വ്യത്യാസം വരുന്നില്ല, ഓപ്ഷൻ ബി വ്യത്യാസം വരുന്നു, ഓപ്ഷൻ സി ചിലരിൽ മാത്രം വ്യത്യാസം വരുന്നു, ഓപ്ഷൻ ഡി അപ്രവചനീയമായ മാറ്റങ്ങൾ വരുന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, വ്യത്യാസം വരുന്നു. ശിശു വളരുമ്പോൾ വിവിധ ശാരീരിക അവയവങ്ങളുടെ വലുപ്പത്തിന്റെ അനുപാതത്തിൽ വ്യത്യാസം വരുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട എലിക്ക് യാദൃച്ഛികമായി ഭക്ഷണം ലഭിച്ചു. ക്രമേണ ലിവർ അമർത്തി ഭക്ഷണം സമ്പാദിക്കുന്ന വിദ്യ എലി പഠിച്ചു. ഇത് പ്രബലനത്തിന് ഉദാഹരണമാണ്. ഓപ്ഷൻ ബി അനുബന്ധന സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്, ഓപ്ഷൻ സി സന്നദ്ധതാ നിയമത്തിന് ഉദാഹരണമാണ്, ഓപ്ഷൻ ഡി മനോഭാവ നിയമത്തിന് ഉദാഹരണമാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ, പ്രബലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുരങ്ങനെ ഇട്ട കൂട്ടിൽ ചാടിയാൽ കിട്ടാത്ത ഉയരത്തിൽ പഴം തൂക്കിയിട്ടു. കൂട്ടിൽ 2 വടികളും വെച്ചു. ഒരു വടി മാത്രം ഉപയോഗിച്ചാൽ പഴത്തിലെത്തില്ല. 2 വടികളും കൂട്ടി യോജിപ്പിക്കാമെന്ന് കണ്ട കുരങ്ങ് ഈ മാർഗം ഉപയോഗിച്ച് പഴം കൈക്കലാക്കി. ഇത് അഭ്യാസ നിയമപ്രകാരമുള്ള പഠനമാണ്. ഓപ്ഷൻ ബി ഋണാത്മക പ്രബലനമാണ്, ഓപ്ഷൻ സി ധനാത്മക പ്രബലനമാണ്, ഓപ്ഷൻ ഡി ഉൾക്കാഴ്ചയിലൂടെയുള്ള പഠനമാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഈ പരീക്ഷണം വരുന്നത് ഏതിനകത്താണ്? ഗസ്റ്റാൾട്ടിനകത്താണ് അല്ലേ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉൾക്കാഴ്ചയിലൂടെയുള്ള പഠനമാണ്. ഓക്കെ, സമഗ്രത. നെക്സ്റ്റ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വൈയക്തികം അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ വൈയക്തികം അല്ലാത്തത് ഏത്? വൈയക്തികം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പാഠ്യവസ്തു, ഓപ്ഷൻ ബി പരിപക്വനം, ഓപ്ഷൻ സി ശേഷി, ഓപ്ഷൻ ഡി അഭിപ്രേരണ. ഏതാണ്? പാഠ്യവസ്തു ആണ് അല്ലേ വൈയക്തികം അല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ്. ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ്? കണ്ടോ, തന്നിട്ടുള്ളവയിൽ ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ തോണ്ടേക്ക്, ഓപ്ഷൻ ബി വാട്സൺ, ഓപ്ഷൻ സി പാവ്ലോ, ഓപ്ഷൻ ഡി പിയാഷെ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് അല്ലേ, നമ്മൾ പഠിച്ചായിരുന്നു ഓൾറെഡി. ക്വസ്റ്റ്യൻ നോക്കൂ. ബ്രൂണറുടെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ബോധന മാതൃക? ഓപ്ഷൻ എ വൈജ്ഞാനിക വികസന മാതൃക, ഓപ്ഷൻ ബി ആശയ സമ്പാദന മാതൃക, ഓപ്ഷൻ സി നീതി ചിന്താധിഷ്ഠിത മാതൃക, ഓപ്ഷൻ ഡി പരീക്ഷണാധിഷ്ഠിത മാതൃക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആശയ സമ്പാദന മാതൃക, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. നെക്സ്റ്റ്. പഠനത്തിന്റെ ആദ്യ ഘട്ടത്തിൽ കുട്ടിക്ക് സജീവമായ പിന്തുണ നൽകുകയും പഠനത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുന്നതോടെ
പിന്തുണ കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ എ ഫീഡ്ബാക്ക്, ഓപ്ഷൻ ബി പരിഹാരബോധനം, ഓപ്ഷൻ സി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ഓപ്ഷൻ ഡി കൈത്താങ്ങം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കൈത്താങ്ങം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷണത്തിനിടയിൽ യാതൊരു ഇൻപുട്ടും ലഭിക്കാത്ത കൂട്ടത്തിനെ വിളിക്കുന്നത്. ഒരു പരീക്ഷണത്തിനിടയിൽ യാതൊരു ഇൻപുട്ടും ലഭിക്കാത്ത കൂട്ടത്തിനെ വിളിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ കൺട്രോൾ ഗ്രൂപ്പ്. ചുവടെ ചേർത്തവയിൽ ഒരു നിർവചനത്തിലൂടെ പഠിപ്പിക്കാൻ പറ്റിയത്. ഓപ്ഷൻ എ താറാവ്, ഓപ്ഷൻ ബി പെൻസിൽ, ഓപ്ഷൻ സി നട്ടെല്ലുള്ള ജീവികൾ, ഓപ്ഷൻ ഡി പച്ച. ചുവടെ ചേർത്തവയിൽ ഒരു നിർവചനത്തിലൂടെ പഠിപ്പിക്കാൻ പറ്റിയത്. നിർവചനത്തിലൂടെ പഠിപ്പിക്കാൻ പറ്റിയത്. ഓപ്ഷൻ സി നട്ടെല്ലുള്ള ജീവികൾ. ചുവടെ ചേർത്തവയിൽ യാഥാർത്ഥ്യവും ആധികാരികവുമായ പഠന പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ പരീക്ഷയ്ക്ക് മുൻപായി സ്പെല്ലിംഗ് പഠിക്കൽ, ഓപ്ഷൻ ബി ഉത്തരമായി പാഠപുസ്തകത്തിലെ വരയിട്ട ഭാഗം പകർത്തി എഴുതൽ, ഓപ്ഷൻ സി സെമിനാറിൽ വിഷയം അവതരിപ്പിക്കൽ, ഓപ്ഷൻ ഡി സ്കൂൾ കെട്ടിടത്തിന്റെ മേപ്പ് വരച്ച് കളിസ്ഥലത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കൽ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്കൂൾ കെട്ടിടത്തിന്റെ മേപ്പ് വരച്ച് കളിസ്ഥലത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരിട്ടുള്ള ബോധനം ഫലപ്രദമാകുന്ന സന്ദർഭം. ഓപ്ഷൻ എ പ്രതിഭാശാലികളുടെ പഠനബോധന പ്രക്രിയയിൽ, ഓപ്ഷൻ ബി അടിസ്ഥാന നൈപുണ്യങ്ങൾ നേടുന്നതിൽ, ഓപ്ഷൻ സി കലാവിദ്യാഭ്യാസത്തിൽ, ഓപ്ഷൻ ഡി സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പഠനത്തിൽ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് അടിസ്ഥാന നൈപുണ്യങ്ങൾ നേടുന്നതിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർഗാത്മകതയുടെ മാനദണ്ഡമായി പരിഗണിക്കാറുള്ളത്. ഓപ്ഷൻ എ മൗലികത, ഓപ്ഷൻ ബി വഴക്കം, ഓപ്ഷൻ സി ഒഴുക്ക്, ഓപ്ഷൻ ഡി ഇവയെല്ലാം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. സർഗാത്മകതയുടെ മാനദണ്ഡങ്ങളായി പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ് ഇവ മൂന്നും. ഓക്കെ. നെക്സ്റ്റ്. നോം ചോംസ്കി മുന്നോട്ട് വെച്ച ഭാഷാ പഠന സിദ്ധാന്തവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏത്? ഓപ്ഷൻ എ സമഗ്ര ഭാഷാ സമീപനം, ഓപ്ഷൻ ബി ഭാഷാ ആകിരണ സമീപനം, ഓപ്ഷൻ സി ശിശുകേന്ദ്രീകൃത സമീപനം, ഓപ്ഷൻ ഡി വ്യവഹാരവാദം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഭാഷാ ആകിരണ സമീപനം, ലാംഗ്വേജ് അക്വിസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കൂട്ടം വസ്തുതകളുടെയോ പൊതുവായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ അമൂർത്തവൽക്കരിക്കാനുള്ള കഴിവാണ്. ഒരു കൂട്ടം വസ്തുതകളുടെയോ പൊതുവായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ അമൂർത്തവൽക്കരിക്കാനുള്ള കഴിവാണ് വർഗീകരണം, ഉദാത്തീകരണം, ആശയരൂപീകരണം, പ്രശ്നപരിഹരണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആശയരൂപീകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വ്യക്തിപരമായ പെരുമാറ്റങ്ങൾ രൂപവൽക്കരിക്കുന്നതിൽ നിർണായകമായത്. ഓപ്ഷൻ എ വ്യക്തിയുടെ ശാരീരിക ഘടന, വ്യക്തി ആർജിച്ച സവിശേഷ ഗുണങ്ങൾ, ഓപ്ഷൻ സി വ്യക്തിയുടെ ഭൗതികവും സാമൂഹികവുമായ പശ്ചാത്തലം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. വ്യക്തിപരമായ പെരുമാറ്റങ്ങൾ രൂപവൽക്കരിക്കുന്നതിൽ നിർണായകമായത്. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിയാഷെ രൂപീകരിച്ച വികസന ഘട്ടത്തിൽ ശൈശവാവസ്ഥയും കൗമാരാവസ്ഥയും ഒരുമിക്കുന്ന ഘട്ടം. ഓപ്ഷൻ എ ഇന്ദ്രിയജാലഘട്ടം, ഓപ്ഷൻ ബി ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ സി മനോവ്യാപാര പൂർവ്വഘട്ടം, ഓപ്ഷൻ ഡി രൂപാത്മക മനോവ്യാപാര ഘട്ടം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിരീക്ഷണ രീതിയിലൂടെ മാത്രം വിവരം ശേഖരിക്കാൻ കഴിയുന്നത്. ഓപ്ഷൻ എ പെരുമാറ്റങ്ങൾ, ഓപ്ഷൻ ബി കാഴ്ചപ്പാടുകൾ, ഓപ്ഷൻ സി ധാരണകളും ആശയങ്ങളും, ഓപ്ഷൻ ഡി മൂല്യങ്ങൾ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പെരുമാറ്റങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യന്റെ വികസനത്തിൽ സമൂഹവും സംസ്കാരവും വഹിക്കുന്ന പങ്ക് ജീൻ പിയാഷെ പരിഗണിച്ചില്ലെന്ന് അഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻ എ ബി.എഫ്. സ്കിന്നർ, ഓപ്ഷൻ ബി നോം ചോംസ്കി, ഓപ്ഷൻ സി ലെ വിഗോട്സ്കി, ഓപ്ഷൻ ഡി സ്റ്റീഫൻ പിങ്കർ.
Right answer is option C. Vygotsky. Next question. ഗണിതത്തിലെ ഒരു പ്രശ്നത്തിന് കുട്ടികൾ ഉത്തരം കണ്ടെത്തി ആ ഉത്തരം കണ്ടെത്തിയത് എങ്ങനെയെന്ന് കുട്ടി വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നതിലൂടെ അധ്യാപകൻ വിലയിരുത്തുന്നതെന്ത്? ഗണിതത്തിലെ ഒരു പ്രശ്നത്തിന് കുട്ടികൾ ഉത്തരം കണ്ടെത്തി ആ ഉത്തരം കണ്ടെത്തിയത് എങ്ങനെയെന്ന് കുട്ടി വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നതിലൂടെ അധ്യാപകൻ വിലയിരുത്തുന്നതെന്ത്? ഓപ്ഷൻ എ അറിവ് രൂപീകരിച്ചതിനെക്കുറിച്ച് കുട്ടികൾക്കുള്ള അറിവ്. ഓപ്ഷൻ ബി കുട്ടികളുടെ സത്യസന്ധത. ഓപ്ഷൻ സി ഗണിതപരമായ കഴിവ്. ഓപ്ഷൻ ഡി ക്രിയകൾ ചെയ്യാനുള്ള ശേഷി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. അറിവ് രൂപീകരിച്ചതിനെ കുറിച്ച് കുട്ടികൾക്കുള്ള അറിവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവിധങ്ങളായ കഴിവുകളും പഠന നിലവാരമുള്ള കുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത ബോധന ശൈലി. ഓപ്ഷൻ എ പഠനത്തിന് ഊന്നൽ നൽകൽ. ഓപ്ഷൻ ബി എല്ലാ കുട്ടികളും ഒരേ പഠന നിലവാരം ആർജിക്കാനുള്ള ഊന്നൽ. ഓപ്ഷൻ സി പഠന പ്രതികരണം തെറ്റായാലും ശരിയായാലും അതത് സമയം തന്നെ ഉചിതമായ ഫീഡ്ബാക്ക് നൽകൽ. ഓപ്ഷൻ ഡി സഹകരണാത്മക പഠനത്തിന് ഊന്നൽ നൽകൽ. വിവിധങ്ങളായ കഴിവുകളും പഠന നിലവാരങ്ങളും കുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത ബോധന ശൈലി. ആൻസർ ഏതാണ് വരുന്നത്? ബി എല്ലാ കുട്ടികളും ഒരേ പഠന നിലവാരം ആർജിക്കാനുള്ള ഊന്നൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളുടെ ശാരീരിക നൈപുണ്യങ്ങളിൽ ആദ്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ളത്. ഓപ്ഷൻ എ കത്രിക ഉപയോഗിച്ച് നേർരേഖയിൽ മുറിക്കൽ. ഓപ്ഷൻ ബി അക്ഷരങ്ങൾ ഓരോന്നായി എഴുതൽ. ഓപ്ഷൻ സി ഓരോ കാൽ വെച്ച് പടികൾ ഇറങ്ങൽ. ഓപ്ഷൻ ഡി കരകൗശല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ. കുട്ടികളുടെ ശാരീരിക നൈപുണ്യങ്ങളിൽ ആദ്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓരോ കാൽ വെച്ച പടികൾ ഇറങ്ങൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാഷ ആർജിക്കുന്നതിനു മുന്നോടിയായി പ്രതീകാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് കുട്ടി നേടേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻ എ ജീൻ പിയാഷെ. ഓപ്ഷൻ ബി ലെ വിഗോട്സ്കി. ഓപ്ഷൻ സി ഫ്രോബൽ. ഓപ്ഷൻ ഡി തോണ്ടൈ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജീൻ പിയാഷെ. പഠന പ്രക്രിയയിൽ അധ്യാപകന്റെ ചുമതലയിൽപ്പെടാത്തത്. പഠനത്തിനാവശ്യമായ വിവരങ്ങളും വിഭവങ്ങളും ലഭ്യമാക്കൽ. സഹപഠിതാവ്. പഠന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കൽ. പഠന നിലവാരത്തിനനുസരിച്ച് കുട്ടികളെ തരംതിരിക്കൽ. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? പഠന നിലവാരത്തിനനുസരിച്ച് കുട്ടികളെ ഒരിക്കലും തരംതിരിക്കാൻ പാടില്ല. പഠനം മികച്ച രീതിയിൽ നടക്കുന്നതിൽ ഏറ്റവും കുറച്ച് സ്വാധീനമുള്ള ഘടകം. ഓപ്ഷൻ എ ഓരോ പ്രാവശ്യവും സമ്മാനം നൽകൽ. ഓപ്ഷൻ ബി കുട്ടിക്ക് അറിവ് നിർമ്മിക്കാൻ കഴിയും വിധം പഠന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തൽ. ഓപ്ഷൻ സി ഓരോ കുട്ടിയിലും പഠനോന്മുഖത സൃഷ്ടിക്കൽ. ഓപ്ഷൻ ഡി കുട്ടികളെ അനുഭവങ്ങളും ആർജിത അറിവും പരിഗണിച്ച് പഠന പ്രശ്നം വികസിപ്പിച്ചെടുക്കൽ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഓരോ പ്രാവശ്യവും സമ്മാനം നൽകൽ. പഠനം മികച്ച രീതിയിൽ നടക്കുന്നതിൽ ഏറ്റവും കുറച്ച് സ്വാധീനമുള്ള ഘടകമാണ്. ബാക്കി എന്താണ്? കുട്ടിക്ക് അറിവ് നിർമ്മിക്കാൻ കഴിയും വിധം പഠന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തൽ. ഓരോ കുട്ടിയിലും പഠനോന്മുഖത സൃഷ്ടിക്കൽ. കുട്ടികളെ അനുഭവങ്ങളും ആർജിത അറിവും പരിഗണിച്ച് പഠന പ്രശ്നം വികസിപ്പിക്കൽ. ഓക്കെ. നെക്സ്റ്റ്. മാർക്ക്, ശിക്ഷ, റാങ്ക്, ഇമ്പോസിഷൻ എന്നീ പ്രയോഗങ്ങൾ ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാർക്ക്, ശിക്ഷ, റാങ്ക്, ഇമ്പോസിഷൻ. ഓപ്ഷൻ എ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ഓപ്ഷൻ ബി ജ്ഞാന നിർമ്മിതിവാദം. ഓപ്ഷൻ സി വ്യവഹാരവാദം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വ്യവഹാരവാദം. ബെഞ്ചമിൻ ബ്ലൂം തരംതിരിച്ച വൈജ്ഞാനിക മേഖലയിൽ പെടാത്തത്. ഓപ്ഷൻ എ സംശ്ലേഷണം. ഓപ്ഷൻ ബി വിലയിരുത്തൽ. ഓപ്ഷൻ സി വിശ്ലേഷണം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. റൈറ്റ് ആൻസർ ഈസ് ഇവയൊന്നുമല്ല. ഓക്കെ.
നമ്മൾ കുറച്ചേറെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ബാക്കി വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.